പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ അന്തർദേശീയ സംഘടനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ യൂണിയനെ കുറിച്ച്. യൂറോപ്യൻ യൂണിയനെയും യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമിയായ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘത്തെക്കുറിച്ചും പഠിക്കും. പിന്നെ സാർക്ക് എന്ന സംഘടനയെക്കുറിച്ചും ഇന്റർപോൾ എന്ന സൈനിക അതായത് അന്വേഷണ സംഘടനയെക്കുറിച്ചും നമ്മൾ പഠിച്ചുറപ്പിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രധാനപ്പെട്ട 3 അന്തർദേശീയ സംഘടനകൾ. ആരംഭിച്ചാലോ? ആരംഭിക്കാം. യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ ഏറെ പരിചിതമാണല്ലേ? യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന് തന്നെയാണ് അർത്ഥം. ആഫ്രിക്കൻ യൂണിയൻ പഠിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 നവംബർ 1993. 1993 നവംബർ 1 തീയതിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടന എന്ന കൂട്ടായ്മ നിലവിൽ വരിക. നിലവിൽ വരാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അണ്ടർ ദ മസ്ട്രിച്ച് ട്രീറ്റി ഇൻ 1992. 1992 മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ് 1993 നവംബർ 1 തീയതി യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മ നിലവിൽ വരിക. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ഇൻ ബെൽജിയം. ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്സംബർഗ്. യൂറോപ്യൻ യൂണിയന്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് നീതിന്യായ തലസ്ഥാനമായി കണക്കാക്കുന്നത് ലക്സംബർഗ് ആണ്. യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയുടെ മോട്ടോ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അടിസ്ഥാന നിയമാവലി. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മയിൽ അംഗമാകണമെങ്കിൽ ആ രാജ്യം പാലിച്ചിരിക്കേണ്ട നിർദ്ദേശങ്ങൾ അഥവാ നിയമാവലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പാലിച്ചിരിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നത് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. ഫൗണ്ടേഷണൽ ക്രൈറ്റീരിയ, അടിസ്ഥാന നിയമാവലി. കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ എന്ന് പേരിൽ അറിയപ്പെടുന്നു. ഫൗണ്ടേഷണൽ ക്രൈറ്റീരിയ എന്ന് പേരിൽ അറിയപ്പെടുന്നു. കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ എന്നറിയപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ എന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന സ്ഥലത്താണ്. ഇവിടെ സ്ട്രാസ്ബർഗ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുക. ഇതെല്ലാം ഫാക്റ്റ് ആണ്. PSCയുടെ ചോദ്യങ്ങളാണ്. നമുക്കിതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വീണ്ടും റിവിഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 നവംബർ 1993 അണ്ടർ ദ മാസ്ട്രിച്ച് ട്രീറ്റി ഇൻ 1992. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ഇൻ ബെൽജിയം. ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ലക്സംബർഗ്. മോട്ടോ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. Foundational criteria known as Copenhagen criteria. Parliament, Strasbourg in France. യൂറോപ്യൻ യൂണിയൻ എന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ അവരുടെ വിനിമയത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ കറൻസി പുറത്തിറക്കി. ആ കറൻസിയാണ് യൂറോ എന്ന പേരിൽ അറിയപ്പെടുക. യൂറോ ഇൻഡ്യൂസ്ഡ് ഓൺ 1 ജാനുവരി 1999. Physical circulation began on 1 ജാനുവരി 2002. 1999 ജനുവരി 1 തുടക്കം കുറിച്ച യൂറോ എന്ന കറൻസി 3 വർഷമായപ്പോൾ 2002 വിനിമയം ആരംഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ അല്ലേ? അപ്പോ കറൻസി യൂറോ. യൂറോ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 1 ജാനുവരി 1999. വിനിമയം ആരംഭിച്ചത്, ഫിസിക്കൽ സർക്കുലേഷൻ ആരംഭിച്ചത് 1 ജാനുവരി 2002. ഈ കറൻസി അച്ചടിക്കാനുള്ള അധികാരം ആർക്കാണ്? കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് കോപ്പൻഹേഗൻ ക്രൈറ്റീരിയയിൽ. യൂറോ എന്ന കറൻസി അച്ചടിക്കാൻ ചുമതലപ്പെട്ടത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനാണ്. ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്ത്. അതോറിറ്റി ടു ഇഷ്യൂ യൂറോ കറൻസി, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, സിറ്റുവേറ്റഡ് അറ്റ് ഫ്രാങ്ക്ഫർട്ട് ഇൻ ജർമ്മനി. മേജർ യൂറോപ്യൻ കൺട്രീസ് നോട്ട് അഡോപ്റ്റഡ് യൂറോ: യുണൈറ്റഡ് കിങ്ഡം ആൻഡ് സ്വീഡൻ. യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടന് സ്വന്തമായ ഒരു കറൻസി ഉണ്ട്, പൗണ്ട്. അതുകൊണ്ട് തന്നെ പൗണ്ട് അല്ലാതെ മറ്റൊരു കറൻസി അംഗീകരിക്കുവാൻ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറല്ല. അപ്പൊ യൂറോ അംഗീകരിക്കാത്ത പ്രബല രാജ്യങ്ങൾ യുണൈറ്റഡ് കിങ്ഡവും സ്വീഡനുമാണ്. മറക്കരുത്. മേജർ യൂറോപ്യൻ കൺട്രീസ് നോട്ട് അഡോപ്റ്റിംഗ് യൂറോ: യുണൈറ്റഡ് കിങ്ഡം ആൻഡ് സ്വീഡൻ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയും ഇംഗ്ലണ്ടും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ സ്വാഭാവികമായിട്ട്
അവിടെ പരസ്പര ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കറൻസി known as euro introduced on 1st January 1999. Physical circulation began on 1st January 2002. Authority to issue euro. European Central Bank situated at Frankfurt in Germany. Major European countries not adopting euro. United Kingdom and Sweden. Anthem of European Union. Ode joy. യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയുടെ ഔദ്യോഗിക ഗാനം എന്ന് കണക്കാക്കുന്നത് ഡേറ്റ് ജോയ്. Awarded the Nobel Peace Prize in 2012. Total members 27. 28 ആയിരുന്നു, ഇപ്പം നിലവിൽ 27 ആണ്. അതിന് ഒരു കാരണം കൂടി, ഇംഗ്ലണ്ട് പുറത്തുപോയി. ആശയപരമായ ഒട്ടനവധി വ്യത്യാസങ്ങളൊക്കെ ഇതിൽ നമ്മളുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇംഗ്ലണ്ട് എന്ന രാജ്യവും, യുണൈറ്റഡ് കിങ്ഡം. അതുകൊണ്ട് തന്നെ 28 രാജ്യങ്ങളായിരുന്നു. 2020 ജനുവരി 31 ഇംഗ്ലണ്ട് പുറത്തായതോടുകൂടി, സ്വയം പുറത്തുപോയതോടുകൂടി നമ്മൾ അതിനെന്ത് വിളിച്ചു? 27 അംഗരാജ്യങ്ങളുള്ള കൂട്ടായ്മ എന്ന് വിളിച്ചു. അത്രമാത്രം. അപ്പൊ ആന്തം ഓഫ് യൂറോപ്യൻ യൂണിയൻ ഒഡേറ്റ് ജോയ്. Awarded the Nobel Peace Prize in 2012. Total members 27. The only Asian member country, Cyprus. യൂറോപ്യൻ യൂണിയനാണ് പേരെങ്കിലും ഏഷ്യൻ രാജ്യമായി സൈപ്രസും ഈ സംഘടനയിൽ അംഗമാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഒരേ ഒരു ഏഷ്യൻ രാജ്യം, the only Asian member country, Cyprus. The latest member, ഏറ്റവും അവസാന അംഗമായത് ക്രൊയേഷ്യയാണ് 2003. ഏറ്റവും അവസാന അംഗമായത് ക്രൊയേഷ്യയാണ്. ഏത് വർഷം? 2013. സ്വയം പിരിഞ്ഞുപോയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK എന്ന് നമ്മൾ പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡം exited on 31st January 2020. This process known as Brexit. ബ്രിട്ടൻ എക്സിറ്റ് ആയി. അതിനെയാണ് ബ്രെക്സിറ്റ് എന്ന വാക്കുകൊണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തുപോയ പ്രവൃത്തി അല്ലെങ്കിൽ ആ സംഭവത്തെ ബ്രെക്സിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുക. ബ്രെക്സിറ്റ് എന്ന സംഭവം നടന്നത് എന്നാണ് 2020 ജനുവരി മാസം 31. ഇത്രയേ ഉള്ളൂ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പഠിക്കുവാനായിട്ട്. ഇനി യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമിയുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st November 1993 under the Maastricht Treaty in 1992. Headquarters Brussels in Belgium. Judicial headquarters Luxembourg. Motto United in Diversity. Foundational criteria Copenhagen criteria. Parliament Strasbourg in France. Currency known as euro. Euro introduced on 1st January 1999. Physical circulation began on 1st January 2002. Authority to issue euro. European Central Bank situated at Frankfurt in Germany. Major European countries not adopting euro, United Kingdom and Sweden. Anthem of European Union, Odette Joy. Awarded the Nobel Peace Prize in 2012. Total members 27. Only the Asian member country, Cyprus. Latest member, Croatia in 2013. United Kingdom exited on 31st January 2020. Special designation. The exit of Britain is known as Brexit. സെറ്റല്ലേ? ഇനി യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് നമുക്ക് നോക്കാം. Predecessors of European Union. European Coal and Steel Community. European Coal and Steel Community. യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് യൂറോപ്യൻ സാമ്പത്തിക സമൂഹമാണ്. ആ സാമ്പത്തിക സമൂഹം എന്ന പേര് സ്വീകരിക്കുന്നത് 1957 അതിന്റെ ആദ്യ പേര് എന്തായിരുന്നു? യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി എന്നായിരുന്നു 1948 രൂപീകരിക്കുന്നത്. യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി 1948 രൂപീകരിച്ചു. അതാണ് 1957 ആയപ്പോ എന്തായിട്ട് മാറുക? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആകാൻ കാരണമായത് റോം ഉടമ്പടിയായിരുന്നു. ലേറ്റർ ഇറ്റ് റീനെയിംഡ് ടു യൂറോപ്യൻ കമ്മ്യൂണിറ്റി. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന പേര് പിൽക്കാലത്ത് ആ എക്കണോമിക് എന്ന വാക്ക് ഒഴിവാക്കി യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു.
Functions of the European Community were merged into the European Union in 2009. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് ആ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയനെ ലയിപ്പിക്കുന്നത് 2009 അതിന് കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ലിസ്ബൺ ട്രീറ്റി. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് in 1940. It was known as predecessor of European Union. European Economic Community formed in 1957 under the Rome Treaty. Later, it was renamed to European Community. Functions of the European Community were merged into the European Union in 2009 according to the Lisbon Treaty. അപ്പോൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ആ സ്ഥാപനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് 2009 ഏത് ഉടമ്പടി പ്രകാരം? ലിസ്ബൺ ഉടമ്പടി പ്രകാരം. മറക്കില്ലല്ലോ. യൂറോപ്യൻ കമ്മ്യൂണിറ്റി 1957 രൂപീകരിച്ച് പറയപ്പെട്ടത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. അതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയാണ്. അത് രൂപീകരിക്കപ്പെട്ടത് 1948. അടുത്ത് പറയുന്നു സാർക്ക് എന്ന സംഘടനയെ കുറിച്ച്. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. പഠിച്ചാലോ? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. അതാണ് സാർക്ക് എന്നതിന്റെ പൂർണ്ണമായ പേര്. മറക്കില്ലല്ലോ. യെസ്, സാർക്ക് എന്ന് പറയുന്ന സംഘടന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇങ്ങനെ ഒരു സംഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ബംഗ്ലാദേശുകാരനായ സിയ ഉർ റഹ്മാനാണ്. The concept introduced by Zia ur Rahman. Zia ur Rahman established on 8th December 1985. അപ്പോൾ സാർക്ക് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് 1985 ഡിസംബർ മാസം 8-ാം തീയതിയാണ്. ഈ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് സിയ ഉർ റഹ്മാൻ ആണ്. സിയ ഉർ റഹ്മാൻ. പ്രധാന ലക്ഷ്യം എന്താണ്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, സാംസ്കാരിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുക, കൂടാതെ തീവ്രവാദം തടയുക. ഇതാണ് ലക്ഷ്യം. ഒബ്ജക്റ്റീവ്സ്: പ്രൊമോട്ട് ദ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ ഇൻ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ഫോസ്റ്റർ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ആൻഡ് പ്രിവെന്റ് ടെററിസം. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും സാംസ്കാരിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുക, കൂടാതെ തീവ്രവാദം തടയുക. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്യാമോ? സാർക്ക് പൂർണ്ണമായ പേര് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സിയ ഉർ റഹ്മാൻ, established on 8th December 1985. The main objectives: promote the welfare and security of people in South Asian countries, foster cultural and economic development, and prevent terrorism. Permanent headquarters situated at Kathmandu in Nepal. സാർക്ക് എന്ന സംഘടനയുടെ സ്ഥിരം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. ആദ്യ ഉച്ചകോടി നടന്നത് 1985 ധാക്കയിൽ വെച്ച്. കാരണം ബംഗ്ലാദേശുകാരനായ സിയ ഉർ റഹ്മാനാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ആദ്യ ഉച്ചകോടി നടന്നത് ഇവിടെ വെച്ച് തന്നെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വെച്ച്. ആകെ 8 അംഗങ്ങളാണ്. ആരൊക്കെ? ഇന്ത്യയും ചുറ്റുമുള്ള രാജ്യങ്ങളും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്. 3 പഠിച്ചില്ലേ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. നേപ്പാൾ, ഭൂട്ടാൻ, മാൽദീവ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്യാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാൽദീവും ശ്രീലങ്കയും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പിന്നെ മാൽദീവ്സും ശ്രീലങ്കയും. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ ലിങ്ക് ചെയ്തേ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പിന്നെ മാൽദീവ്സും ശ്രീലങ്കയും. സെറ്റ് അല്ലേ? 8 രാജ്യങ്ങൾ. ഏറ്റവും അവസാന അംഗമായത് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു 2007. ഏറ്റവും അവസാന അംഗമായത്
അഫ്ഗാനിസ്ഥാനാണ് 2007. സാർക്ക് എന്ന കൂട്ടായ്മയില് ഏറ്റവും ചെറിയ രാജ്യം മാൽദീവ്സും ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമാണ്. ഏറ്റവും ചെറിയ രാജ്യം മാൽദീവ്സും ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമാണ്. ഈ സംഘടനയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് ഡൽഹി ഇൻ ഇന്ത്യ. ഫസ്റ്റ് സാർക്ക് സമ്മിറ്റ് held in India in 1986 at Bangalore. സാർക്ക് എന്ന സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് 1985 ധാക്കയിലാണ്. ഇന്ത്യയിൽ വെച്ച് ആദ്യ സാർക്ക് സമ്മേളനം നടന്നത് ഫസ്റ്റ് സാർക്ക് സമ്മിറ്റ് held in India in 1986 at Bangalore. സാർക്കിന്റെ സമ്മേളനം ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 1986 എവിടെയാണ് ബാംഗ്ലൂരാണ്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പെർമനന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സാർക്ക് Kathmandu in Nepal. First summit in 1985 at Dhaka. Total 8 members: Pakistan, Afghanistan, India, Nepal, Bhutan, Bangladesh, Maldives, Sri Lanka. Latest member Afghanistan in 2007. The smallest member country Maldives. The largest member country is India. South Asian University situated at Delhi in India. First SAARC summit held in India in 1986 at Bangalore. സെറ്റ് അല്ലേ? പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? പൂർണ്ണമായി നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സിയ റഹ്മാൻ, established on 8th December 1985. The main objectives: promote the welfare and security of people in South Asian countries, foster culture and economic development, and prevent terrorism. Permanent headquarters Kathmandu, Nepal. First summit in 1985 at Dhaka. Total 8 members: Pakistan, Afghanistan, India, Nepal, Bhutan, Bangladesh, Maldives, Sri Lanka. Latest member Afghanistan in 2007. Smallest member country Maldives. Largest member country India. South Asian University situated at Delhi in India. First SAARC summit held in India in 1986 at Bangalore. അടുത്ത പറയുന്നു ഇന്റർപോൾ എന്ന ഒരു സായുധ അന്വേഷണ സംഘത്തെക്കുറിച്ച്. അന്വേഷണ സംഘടനയാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. അന്തർദേശീയ തലത്തിൽ ക്രമസമാധാന പാലന ചുമതല നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്റർപോൾ എന്ന പേരിൽ അറിയപ്പെടുക. നമുക്ക് ഏറെ പരിചിതമാണ്. ഇന്റർപോൾ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇന്റർപോളിന്റെ പൂർണ്ണമായ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ് പേര്? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ് പേര്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1923. ആദ്യ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്ന് മാത്രമായിരുന്നു. 1923 രൂപീകരിച്ചപ്പോൾ ഇതിന്റെ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. ആ പേരിനൊപ്പം ഓർഗനൈസേഷൻ എന്ന വാക്കോട് കൂട്ടിച്ചേർത്തത് ഏത് വർഷം? 1956ലാണ്. 56ലാണ്. ഓക്കെ. ഇന്റർപോൾ, ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ്, അതിനെ ചുരുക്കിയാണ് നമ്മൾ ഇന്റർപോൾ എന്ന് വിളിക്കാം. അപ്പൊ ഇന്റർപോളിന്റെ പൂർണ്ണമായ പേര് നിലവിൽ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1923. ഒറിജിനൽ നയം International Criminal Police, renamed in 1956. Conference that led to its formation. International Police Conference at Vienna in 1923. 1923 ഓസ്ട്രിയയിലെ വിയന്നയിൽ വിളിച്ചു ചേർത്ത അന്താരാഷ്ട്ര പോലീസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ കുറ്റാന്വേഷണങ്ങൾ നടത്തുന്നതിന്, കുറ്റാന്വേഷണ പ്രവർത്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കുക? ഇന്റർപോൾ എന്ന സംഘടന രൂപീകരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ. ദ കോൺഫറൻസ് ദാറ്റ് ലീഡ് ടു ഇറ്റ്സ് ഫോർമേഷൻ, ഇന്റർനാഷണൽ പോലീസ് കോൺഫറൻസ് held at Vienna in 1923. ഒഫീഷ്യൽ ലാംഗ്വേജസ് 4. ആകെ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? 4 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, പിന്നെ അറബിക്കും സ്പാനിഷ്. ഹെഡ്ക്വാർട്ടേഴ്സ് ലിയോൺ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ആസ്ഥാനം. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി കുറ്റാന്വേഷണ രംഗത്ത് സഹകരിക്കുക. എൻഷുവർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് ഇന്റർപോൾ ഇൻ ഇന്ത്യ, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇന്റർപോളിനെ ഇന്ത്യയിൽ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്.
മറക്കരുത്. ഇതിന്റെ ആദ്യ പേര് ക്രൈം ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെയായിരുന്നു. നിലവിൽ അറിയപ്പെടുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഓക്കെ, മറക്കരുത്. ഇന്റർപോളിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എൻഷുവർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് ഇന്റർപോൾ ഇൻ ഇന്ത്യ, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ഒഫീഷ്യൽ ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ഇന്റർപോൾ: ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക് ആൻഡ് സ്പാനിഷ്. Headquarters Lyon in France. Objectives: ensure international cooperation and criminal investigation. Organization representing Interpol in India, CBI. CBIയുടെ പൂർണ്ണമായ പേരെന്താണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചില ഫാക്ട്സ് ആണ്. ഇന്റർപോളുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് SAT പുസ്തകത്തില് ഉപപാഠ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, കാണാപ്പാടൊന്നും പഠിക്കരുത്. ഇന്റർപോൾ അന്വേഷണ വിധേയമായ ചില നോട്ടീസുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ആ നോട്ടീസുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരിശോധിക്കുക. കേട്ടോ, നോക്കിയാലോ? ഇഷ്യൂഡ് ടു പ്രിവെന്റ് എ ക്രൈം കമ്മിറ്റഡ് ഇൻ വൺ കൺട്രി ഫ്രം ബീങ് റിപ്പീറ്റഡ് ഇൻ അനദർ. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇന്റർപോൾ പുറപ്പെടുവിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഗ്രീൻ നോട്ടീസ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, issued to prevent a crime committed in one country from being repeated in another. Green notice. വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ് ആണ്. Issued to locate individuals, red notice. Issued for additional information related to a crime. ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ അധിക കാര്യങ്ങൾ വേണം, അതിനുവേണ്ടി പുറപ്പെടുവിക്കുന്ന നോട്ടീസാണ് ബ്ലൂ നോട്ടീസ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്യൂഡ് ടു പ്രിവെന്റ് എ ക്രൈം കമ്മിറ്റഡ് ഇൻ വൺ കൺട്രി ഫ്രം ബീങ് റിപ്പീറ്റഡ് ഇൻ അനദർ കൺട്രി. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ പുറപ്പെടുവിക്കുന്നതാണ് ഗ്രീൻ നോട്ടീസ്. വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടി, ഇൻഡിവിജ്വൽസിനെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ് ആണ്. ഇനി അടുത്ത് പറയുന്നു, കൂടുതൽ വിവരങ്ങൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അന്വേഷണ വിധേയമായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ബ്ലൂ നോട്ടീസ്. ഇഷ്യൂഡ് ടു ലൊക്കേറ്റ് മിസ്സിംഗ് ചിൽഡ്രൻ. കാണാതായ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് യെല്ലോ നോട്ടീസാണ്. ഇഷ്യൂഡ് ടു ലൊക്കേറ്റ് മിസ്സിംഗ് ചിൽഡ്രൻ, യെല്ലോ നോട്ടീസ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന നോട്ടീസാണ് യെല്ലോ നോട്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇഷ്യൂഡ് ടു ഒബ്റ്റൈൻ ഇൻഫർമേഷൻ അബൌട്ട് അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡീസ്, ബ്ലാക്ക് നോട്ടീസ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെ കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ് ആണ്. Issued to obtain information about unidentified dead bodies, black notice. Issued to alert about parcel bomb, disguised weapons, etc. Orange notice. പാർസൽ ബോംബോ അല്ലെങ്കിൽ രൂപം മാറ്റിയ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് ഇന്റർപോൾ പുറപ്പെടുവിക്കുന്ന നോട്ടീസാണ് ഓറഞ്ച് നോട്ടീസ് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. Issued to provide information on criminal methods, targets and tools, purple notice. ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തന രീതി, അവരുടെ ലക്ഷ്യം, അവരുടെ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് പർപ്പിൾ നോട്ടീസും. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ വെച്ചാൽ മതി. IUCNന്റെ നമ്മൾ ജീവജാലങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിറങ്ങൾ പഠിച്ചതുപോലെ ഇവിടെയും നോട്ടീസിന്റെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. കാണപ്പടം പഠിക്കല്ലേ? Issued to obtain information about unidentified dead bodies, black notice. Issued to alert about parcel bomb, disguised weapons, etc. orange notice. Issued to provide information on criminals methods, targets and tools, purple notice. കഴിഞ്ഞു. ഇന്റർപോൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്റർപോൾ ഫുൾ ഫോം: ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ, established in 1923. Its original name International Criminal Police, renamed in 1956 as International Criminal Police Organization. Conference that led to its formation, International Police Conference at Vienna in 1923. 4 official languages: French, English, Arabic and Spanish. Headquarters Lyon in France. Main objectives: ensure international cooperation in criminal investigation. Organization representing Interpol in India, CBI, Central
Bureau of Investigation. Issued to prevent a crime committed in one country from being repeated in another. Green notice. Issued to locate individuals. Red notice. Issued for additional information related to crime. Blue notice. Issued to locate missing children. Yellow notice. Issued to obtain information about unidentified dead bodies. Black notice. Issued to alert about parcel bombs, disguised weapons, etc. Orange notice. Issued to provide information on criminals, methods, targets, and tools. Purple notice. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിച്ചുറപ്പിച്ചത് പ്രധാനപ്പെട്ട 3 സ്ഥാപനങ്ങളാണ്. യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമിയും പഠിച്ചു. പിന്നെ സാർക്ക് എന്ന സംഘടനയും ഇന്റർപോൾ എന്ന സംഘടനയും. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ മറ്റു ചില സംഘടനകളുമായിട്ട് ഞാൻ എത്തിച്ചേരും. പ്രധാനമായും ചേരിചേര പ്രസ്ഥാനമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുക. ചേരിചേര പ്രസ്ഥാനവും കോമൺവെൽത്തും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.